കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. വിഷ്വൽ എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനർ, 3D ആനിമേറ്റർ, രേഖാചിത്രകാരൻ, ആർട്ടിസ്റ്റ് എന്നിങ്ങനെ വിവിധങ്ങളായ വഴികളിലൂടെ സർഗാവിഷ്കാരം നിർവഹിക്കുന്നയാളാണ് സംഗീത് ബാലചന്ദ്രൻ. യോഗയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഇദ്ദേഹം യോഗാധ്യാപകനായും പ്രവർത്തിക്കുന്നു. ഇന്ന് ആർട്ട് കഫേയിൽ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നു സംഗീത് ബാലചന്ദ്രൻ. നമസ്കാരം പ്രിയ സംഗീത്, താങ്കളെ ഒരിക്കൽ കൂടി ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്തതിൽ സന്തോഷമുണ്ട്. നമ്മൾ ഒരു വർഷത്തിലേറെയായി സംസാരിച്ചിട്ട് അന്നൊരു അന്താരാഷ്ട്ര യോഗാ ദിനാചരണ സമയത്ത് താങ്കൾ ഒരു യോഗാധ്യാപകൻ എന്ന നിലയിൽ ഉള്ള അനുഭവങ്ങളും യോഗയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വന്നത് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലതുപോലെ ഓർമ്മയിലുണ്ട്. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി സംസാരിക്കാനിരിക്കുന്നത് താങ്കളിലെ കലാകാരനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതെ, ഒരേ സമയത്ത് ഒരു യോഗാധ്യാപകനായി പ്രവർത്തിക്കുന്നു, അതേ സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ബഹുമുഖ വ്യക്തിത്വം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇലസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ 3D ആനിമേറ്റർ എന്ന നിലയ്ക്ക്, അതുപോലെ വാട്ടർ കളറിലും ആക്രിലിക്കിലും ചാർക്കോളിലും ഉപയോഗിച്ചുള്ള ഡ്രോയിങ്സിലും ഒക്കെ അങ്ങനെ പല മീഡിയങ്ങളിലൂടെ തന്റെ കലാവിഷ്കാരങ്ങളെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് സംഗീത് ബാലചന്ദ്രൻ. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സംഗീതിന്റെ കലാപ്രവർത്തനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സംഗീത് എങ്ങനെയാണ് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ ദേശബന്ധു എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. നമ്മുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നാടകങ്ങൾ കാണുക, ആ നാടകങ്ങളെ പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടിക്കാലത്ത്. അത് മൊബൈലോ വാട്സപ്പോ ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ്, 2002-2003 സമയങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഈ നാടകങ്ങൾ കാണുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ക്ലബ്ബിൽ വാർഷിക പരിപാടിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തൊരു ബാല്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കാണുന്ന മനോഹരങ്ങളായിട്ടുള്ള പശ്ചാത്തലം, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സുജാതൻ സാറിൻ്റെയൊക്കെ രംഗവടം ഭയങ്കരമായിട്ട് നമ്മുടെ കലാജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് അദ്ദേഹം ഈ മഴ പെയ്യുന്നതും കാറ് പോകുന്നതും രണ്ട് നല്ല വീടൊക്കെ ഒരു ചെറിയ പരിസരത്തിനുള്ളിൽ സ്റ്റേജിനുള്ളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൊതിയോടെ നോക്കിയിരുന്നു. നമ്മുടെ ആർട്ട് ജീവിതം തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വേവ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അലകൾ ആണല്ലോ നമ്മളുടെ ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്. അതെ, അത് നമ്മളിലുള്ള ഒരു സഹജവാസനയിലേക്കാണ് അത് ചെന്ന് തൊടുന്നത്, അത്തരം ചില സ്പന്ദനങ്ങൾ. അല്ലേ? അതെ. അപ്പൊ ഒരു കല എന്നുള്ള ഒരു പശ്ചാത്തലം വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം സംഗീതിന്റെ സ്വദേശം വർക്കലയാണ്, ശിവഗിരി. അതെ, വർക്കല ശിവഗിരിയാണ് സ്വദേശം. അതിനുശേഷം എനിക്ക് ആനിമേഷൻ, നേരത്തെ പറഞ്ഞല്ലോ, ഈ ചലനചിത്രങ്ങളോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട്. സിനിമയായിക്കോട്ടെ, ഈ പറഞ്ഞ പശ്ചാത്തലങ്ങളിൽ മൂവിങ് ആയിക്കോട്ടെ, മഴ പെയ്യുന്നതൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അതിനുശേഷം ഞാൻ ടെക്നോ പാർക്കിൽ ടൂൺസ് ആനിമേഷൻ അക്കാഡമിയിൽ 3D ആനിമേഷൻ ട്രെയിനിങ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ട്. അത് പഠിക്കുകയും അതിനുശേഷം ഉടനെ തന്നെ ആനിമേറ്ററായിട്ട് ഹൈദരാബാദിലേക്ക് ജോലി കിട്ടി പോവുകയും ചെയ്തിട്ടുണ്ടോ. ടൂൺസ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആ ഒരു മേഖലയിലെ ആദ്യ സംരംഭകരിൽ ഒരാളാണ്. അതെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3D ആനിമേഷനൊക്കെ കടന്നു വരുന്നൊരു സമയമാണ്. കേരളത്തിൽ ആദ്യത്തെ 3D ആനിമേഷൻ സ്റ്റുഡിയോ ആണ് ഈ ടൂൺസ് ആനിമേഷൻ. അവർക്ക് ആനിമേഷൻ അക്കാഡമി ഉണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമുക്കൊരു റിയൽ ടൈം എക്സ്പോഷറിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനൊക്കെ പറ്റുകയും ചെയ്തുകൊണ്ടായിരിക്കാം കരിയറിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. എന്തായാലും താങ്കളുടെ ഒരു ഹൃദയാഭിലാഷത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു വേദിയായി അത് മാറുകയാണ് ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പരിശീലനം ഒരു പ്രവൃത്തിയായി മാറുന്നത് എങ്ങനെയാണ്? അത് ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്ന നമ്മളൊരു 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ കോഴ്സിലേക്ക് എടുക്കുന്നതിന് മുന്നോടിയായിട്ട്. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് പ്ലേസ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം തൊഴിലവസരങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ എക്സ്പെർട്ടൈസ് കുറവായിരുന്നു. അപ്പോൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യുകയും 2-3 ഇന്റർവ്യൂസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഹൈദരാബാദിൽ DQ ഇന്റർനാഷണൽ ആനിമേഷൻ സ്റ്റുഡിയോ ഉണ്ട്. ഒരു വലിയൊരു സ്റ്റുഡിയോ ആണ്. ഒട്ടനവധി ഇന്റർനാഷണൽ പ്രൊജക്ട്സുകൾ ചെയ്യുന്ന, അമേരിക്കയിലെ പ്രൊജക്റ്റുകളുണ്ട്, ഫ്രാൻസ് എന്നുള്ള പ്രൊജക്റ്റുകളുണ്ട്, കാനഡയുണ്ട്. അങ്ങനെ ഒരു വലിയൊരു എക്സ്പോഷറിലേക്കാണ് നമ്മുടെ ഒരു 20 വയസ്സിനുള്ളിലേക്ക് ചെന്ന് വീഴുന്നതും. അവിടെയും ഒത്തിരി സീനിയേഴ്സ് അവരുടെ ഒരു ട്രെയിനിങ്ങിന് നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആനിമേഷന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരു രംഗപടം കണ്ടിട്ടുള്ള ഒരു ആകർഷണം, അതിൽ നിന്ന് അനിമേഷൻ പഠിക്കാൻ ചെല്ലുന്ന ഒരു കുറച്ചും കൂടി ഒരു മുതിർന്നൊരു പ്രായം, അതിനിടയിലുള്ള ഒരു സമയത്ത് ഈ ചിത്രകല അല്ലെങ്കിൽ രേഖാചിത്രം അതിലൊക്കെ എന്തെങ്കിലും സ്വയം പ്രകാശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്കാലം മുതൽ തന്നെ നാടകങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു 5-6 വർഷം സ്ഥിരമായിട്ട് ഈ കണ്ട നാടകങ്ങളിലുള്ള പശ്ചാത്തലങ്ങൾ പകർത്തി വരച്ച് നമ്മുടെ ക്ലബിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അതൊരു 5-6 വർഷം തുടർച്ചയായിട്ട് സ്വയം ഒരു പഠനമായിരുന്നു. ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ പോലും നമ്മുടെ കയ്യിലൊരു ക്യാമറ ഇല്ല. കണ്ട ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓരോ ആനിവേഴ്സറികളിലും നമ്മളത് പുനരാവിഷ്കരിക്കും. നമ്മുടേതായിട്ടുള്ള
ആയിട്ടുള്ള ഒരു കൈവയ്ക്കലുണ്ട് അതിനകത്ത്. വീട്ടിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യിപ്പിക്കുന്നത്, അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ കൂടിയും നമ്മളാൽ കഴിയുന്ന വിധം പെയിന്റുകളൊക്കെ കലക്കി ഒഴിക്കുകയും ചെയ്യുകയും വലിയ ബോർഡുകളിലെ കട്ടൗട്ടറിലൊക്കെ സെറ്റ് ചെയ്യുകയും അത് വളരെ ഒരു ആവശ്യത്തോടെ 6 വർഷത്തോളം ചെയ്തിരുന്നു. പിന്നെ അല്ലാതെ തന്നെ മണലിൽ കളർ മുക്കി അതിൽ പശ ചേർച്ചിട്ട് വലിയ ബോർഡുകളിലൊക്കെ ഒട്ടിച്ച് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഹൈദരാബാദിലേക്കുള്ള ഒരു ജോലി പ്രവേശം എന്ന് പറയുന്നത് ഒരു വലിയ ലോകത്തേക്കുള്ള പ്രവേശനം കൂടിയായിരുന്നു. അതെ അതെ. അപ്പൊ അതിൽ താങ്കളുടെ കലാകാരനെ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഹൈദരാബാദിൽ ട്വിസ്റ്റഡ് വിസ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ സീരീസിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടത്. ഏകദേശം 52 എപ്പിസോഡ് ഉണ്ടായിരുന്നു. 1 വർഷം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അതൊരു അമേരിക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചെയ്തത്. അത് ഒരു കനേഡിയൻ കമ്പനിയാണ്. ലോകത്തുള്ള എല്ലാ മിക്ക ഇന്റർനാഷണൽ ചാനലുകളിലും ആ ഒരു ഷോ 52 എപ്പിസോഡിൻ്റെ ആ ഷോ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള ഔട്ട്പുട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നിരന്തരമായിട്ട് അവിടെ നിന്നുള്ള എക്സ്പെർട്ടൈസ് നമ്മുടെ കൂടെ വരികയും വേണ്ട മാറ്റങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് വന്നൊരു എന്താണ് ഈ ആനിമേഷനിലെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, എങ്ങനെയായിരിക്കണം ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ആനിമേഷൻ ചെയ്യേണ്ടുന്നത്, അതിന് നമ്മൾ എങ്ങനെ സ്വയം സമർപ്പിക്കണം എന്നൊക്കെയുള്ള വലിയൊരു പാഠശാലയായിരുന്നു ആ ഒരു വർഷത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ DQ സ്റ്റുഡിയോസിൽ നിന്ന് പിന്നെ അവിടെ തുടരുകയാണോ ചെയ്തത്? പിന്നീടുള്ള താങ്കളുടെ ഒരു പ്രൊഫഷണൽ കരിയർ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? DQ സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ സൂപ്പർവൈസർ ആയിരുന്ന അദ്ദേഹം ശീതൽ സാറ് പുള്ളി കൽക്കട്ടയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൽക്കട്ടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടി. അവിടെ അദ്ദേഹം ഒരു സ്റ്റുഡിയോയിലേക്ക് മാറുകയും കുറച്ച് എക്സ്പെർട്ടൈസിനെ അവർ ഉപയോഗിക്കുകയും ചെയ്തു. കൽക്കട്ട നല്ലൊരു അനുഭവമായിരുന്നു. ഒരു വലിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കാലം അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായും. അതും നല്ലൊരു വേറിട്ട അനുഭവമായിരുന്നു അത്. താങ്കൾ അതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങുന്നുണ്ട്. ഇത്തരം ഒരു അന്താരാഷ്ട്ര പ്രോജക്റ്റുകളും ഒക്കെ അസോസിയേറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകാതെ കേരളത്തിലേക്ക് വരിക എന്നുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാണ് സംഗീതിനെ പ്രേരിപ്പിച്ചത്? ടീച്ചിങ് ഇഷ്ടമുള്ളൊരു ജോലിയാണ്. ജോലിയല്ല, നമ്മുടെ ഒരു പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ ടൂൺസ് ആനിമേഷനിലെ കോഴ്സ് കഴിഞ്ഞ സമയത്ത് കുറച്ച് നാൾ കെൽട്രോണിൽ ഫാക്കൽറ്റി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹൈദരാബാദിലേക്ക് പോയി, കൽക്കട്ടയിലേക്ക് പോയി. ഒരു വെക്കേഷന് വരുന്ന സമയത്ത് ഈ കെൽട്രോൺ കാലിക്കറ്റിലേക്ക് കുറച്ച് നാളത്തേക്ക് ഒരു വേക്കൻസി ഉണ്ട്, ഒന്ന് വരൂ എന്നുള്ള രീതിയിലേക്ക് അവർ വിളിച്ചു. അപ്പോൾ അവർ വിളിച്ച സമയത്ത് ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എനിക്ക് അവർ പ്ലേസ് തന്നത്. ഞാൻ ഉദ്ദേശിച്ചൊരു 3 മാസം 4 മാസം നിൽക്കാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകാന്നുള്ളതാണ്. പക്ഷേ 2009 വന്ന് 2016 വരെ കെൽട്രോണിൽ നിൽക്കുകയും അനിമേഷൻ മാത്രമല്ല 3D ആനിമേഷൻ, 2D ആനിമേഷൻ, മൾട്ടിമീഡിയ, പിന്നെ അവർക്ക് തന്നെ ജേർണലിസ്റ്റിന് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ജേർണലിസ്റ്റിന് ഡോക്യുമെന്ററി പ്രൊഡക്ഷനൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം നമുക്കുണ്ടായി. ഏകദേശം ഒരു 300-400ഓളം സ്റ്റുഡൻസിന് അവിടെ നിന്നിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. ആ ഒരു പീരീഡ് അധ്യാപകൻ എന്ന നിലയിൽ താങ്കളെ ഇപ്പോഴും ഒരു സാർത്ഥകമായ പ്രവർത്തനം നടത്തിയ ഒരു കാലമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസ് ആണ് ഇന്ന് പല TV ചാനലുകളിലും ജേർണലിസ്റ്റുകളായിട്ടും റിപ്പോർട്ടേഴ്സായിട്ടും ന്യൂസ് റീഡേഴ്സായിട്ടൊക്കെ ആയിരിക്കും. അത് കാണുമ്പോൾ വളരെയധികം ഒരു സന്തോഷം തോന്നുന്നു ഉള്ളിൽ. ശരിക്കും ടീച്ചിങ് എന്ന് പറയുന്നത് എത്ര അമൂല്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ഓരോ സമയത്ത് നമ്മൾ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ താങ്കളുടെ അധ്യാപകനാണോ കലാകാരനാണോ, ആരാണ് താങ്കളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഉള്ളിലുള്ളൊരു കലാവാസന തന്നെയാണ് ടീച്ചിങ്ങിനെ പാഷനായിട്ട് പ്രേരിപ്പിക്കുന്നത്. രണ്ടും കൂടി ഒരു സമന്വയ മാർഗമാണ് അതിൽ. തീർച്ചയായും സമന്വയ മാർഗം. കലാകാരനെ അധ്യാപകനിലൂടെ പ്രകാശിപ്പിക്കുന്ന രീതിയാണ് അവിടെ. അതെ. സംഗീതിന്റെ ഒരു കരിയർ നോക്കുമ്പോൾ പല മീഡിയങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വാട്ടർ കളർ ഉണ്ട്, ആക്രിലിക്, ചാർക്കോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ താങ്കൾ മലയാളത്തിലെ പ്രമുഖരായ കുറേ പുസ്തക പ്രസാധകർക്ക് വേണ്ടി 50ഓളം പുസ്തകത്തിന്റെ ടൈറ്റിലുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടങ്ങുന്നത് തന്നെ 3D അനിമേറ്റർ എന്നുള്ള നിലയിലാണ്. അപ്പം ഇങ്ങനെ ഫോമുകൾ നോക്കുമ്പോൾ വളരെ വൈവിധ്യമാർന്ന ഫോമുകളാണ് ഒരു കലാപ്രകടനത്തിനായി താങ്കൾ ചൂസ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഒരു പ്രിഫറൻസസോ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ഓരോ ആശയത്തിനനുസരിച്ച് ഓരോ ഫോം കണ്ടുപിടിക്കുന്നതാണോ? അത് ഈ പറഞ്ഞതുപോലെ ഓരോ ആശയത്തിനനുസരിച്ചിട്ട് ഓരോ ഫോമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ മലയാളത്തിലെ ഈ പറഞ്ഞതുപോലെ 50ഓളം പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലസ്ട്രേഷൻസുകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് കവിതകളും കഥകളും നോവലുകളൊക്കെ ആയിട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രസാധകർക്കും വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട് തന്നെ പറയാം. എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ഡ്രോയിങ് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. മിനിമലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കൺവേ ചെയ്യാൻ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ ഒരു ഇല്ലസ്ട്രേഷൻ ആകുമ്പോൾ അതാണല്ലോ, ഒരുപാട് കളറുകളില്ലാതെ ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ 1-2 പാരഗ്രാഫിനെ അല്ലെങ്കിൽ ഒന്നിലധികം പേജുകളെ ആ വരകളിലൂടെ സംഗ്രഹിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ആ വിഷ്വൽ എപ്പോഴും പതിഞ്ഞു കിടക്കും. ഇപ്പോൾ 2-ാം ഊഴം വായിക്കുമ്പോൾ 2-ാം ഊഴത്തിലെ ഭീമൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചിട്ടുള്ള ആ ചിത്രം ഏത് കാലത്തും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതാണ് ഈ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലൈൻ ഡ്രോയിങ്ങിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായത്.
അപ്പോൾ അത് താങ്കളുടെ ഒരു അന്വേഷകന്റെ ഒരു പ്രത്യക്ഷ രൂപം കൂടിയാണോ? അതായത് ഒരു മിനിമലിസം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമൃദ്ധിയുടെ ഇടയിൽ നിൽക്കുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള ഒരു അന്തരാർത്ഥം തേടി പോകുന്ന ഒരു അന്വേഷകൻ താങ്കളിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രേരണ താങ്കളിൽ ഇപ്പോൾ വർത്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആളാണ് വ്യക്തിപരമായിട്ട് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വർക്കുകളിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കാം. മാത്രമല്ല അതിനോട് ചേർത്താണ് താങ്കളുടെ യോഗിക്കായിട്ടുള്ള എക്സ്പീരിയൻസിനെ ഉദ്ദേശിക്കുന്ന അധ്യാപനം, അതുപോലെ അതിലെ പ്രയോഗത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് പോകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ പറയുന്നതിനോടൊക്കെ സമാന്തരമായി നിൽക്കുന്ന ഒരു ധാര കൂടിയാണ് അതുകൂടി, അല്ലേ? ഒരു യോഗാധ്യാപകൻ എന്നുള്ള നിലയിൽ അതിൽ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അതിൽ PG ഉണ്ട്, യോഗയിൽ MSc ഉണ്ട്. അതുപോലെ തന്നെ PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യോഗ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ചില വിഷയങ്ങളിൽ PG കോഴ്സുകൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓരോ വിഷയങ്ങളിലും അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു ഭാഗ്യം അതുപോലെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ ഒരു ജീവിതം, അല്ലെങ്കിൽ താങ്കൾ ജീവിക്കുന്ന പരിസരം, അതൊരു കലാകാരൻ എന്ന നിലയിൽ വർക്കിലേക്ക് സ്വാഭാവികമായിട്ടും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം പല രൂപത്തിലാണെങ്കിലും. അപ്പോൾ സംഗീതിന്റെ കാര്യത്തിൽ ഈ ഒരു പരിസരങ്ങൾ, സംഗീതിന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് കലയെ ഏത് രീതിയിലുള്ള ഒരു എക്സ്പ്രഷനായിട്ടാണ് അത് ക്യാൻവാസുകളിലേക്കോ, അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾ അതിനെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാൾക്ക് അതിനെ കലാരൂപത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും. അതിപ്പം ചിത്രകാരനായാലും ശരി, പാട്ടുകാരനായാലും ശരി, എന്ത് കവിയായാലും ശരി, എൻ്റെ ചുറ്റിനും കാണുന്ന എൻ്റെ അനുഭവങ്ങളെ, നമ്മുടെ നിറങ്ങളെ, നമ്മൾ ഇടപെടുന്ന ആളുകളുടെയൊക്കെ സ്വഭാവങ്ങൾ, അവരുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് വരികയും അത് ഭയങ്കരമായിട്ട് നമ്മുടെ വായനയെ സ്വാധീനിക്കും. വരയ്ക്കാനായിട്ടൊരു പുസ്തകം കിട്ടുമ്പോൾ ഒരു വരി വായിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഈ രൂപത്തിൽ ആവിഷ്കരിച്ചാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. അത് മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ. എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചകളുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഒരു പൂച്ചയല്ല വേറൊരു പൂച്ച. എല്ലാ പൂച്ചകളും മ്യാവൂ എന്നുള്ള ശബ്ദത്തിൽ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോ മ്യാവൂനും വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ടല്ലോ. ഈ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ് ഇതിനെ എങ്ങനെ മിനിമലിസത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ കളർ കുറച്ചിട്ട് വരയ്ക്കാം എന്നുള്ളൊരു സംഗതിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. സംഗീതിൻ്റെതായ എക്സിബിഷനുകൾ 2015-ലും 2018-ലും കോഴിക്കോട്ടെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടത്തുകയുണ്ടായി, അല്ലേ? അത് സോളോ പ്രദർശനങ്ങളായിരുന്നു. അതെ, സോളോ പ്രദർശനങ്ങളായിരുന്നു. 2015-ൽ ഏകദേശം 50ഓളം പെയിന്റിങ്സുകളുടെ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ വാട്ടർ കളേഴ്സ് ഉണ്ടായിരുന്നു, ഇല്ലസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ചാർക്കോളിൻ്റെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 2015-ൽ. 2018-ൽ ഇല്ലസ്ട്രേഷൻസ് ഓഫ് ബുദ്ധ എന്ന് പറയുന്നൊരു സീരീസ് ചെയ്തായിരുന്നു, ലൈഫ് ഓഫ് ബുദ്ധ. സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനിലേക്കുള്ള യാത്ര എങ്ങനെയാണ്, ഒരു സാധാരണ ഒരു മനുഷ്യൻ ബുദ്ധനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സംഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിനിമലിസ്റ്റിക് ആയിട്ട് ലൈൻ ഡ്രോയിങ്ങിലൂടെ അത് ഒരു 20 ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. 2018-ൽ അത് ചെയ്തു. തുടർന്ന് പല വേദികളിലും എക്സിബിഷൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു കുട്ടികളുടെ ഒരു സിനിമയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതെ 2012. 2012 ഞാൻ കെൽട്രോണിൽ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് അതൊരു 2 വർഷത്തെ സമയം എടുത്തിട്ടൊരു സിനിമ ചെയ്തായിരുന്നു. അതൊരു റൈറ്റ് ക്ലിക്ക് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട്. അതൊരു പെരിന്തൽമണ്ണ നമ്മളൊരു സ്റ്റുഡിയോ ചെയ്തിട്ട് നല്ല രീതിക്ക് വിജയിച്ച കുട്ടികളെ അവിടേക്ക് മാറ്റി അവർക്കൊരു സാലറീഡായിട്ട് 2 വർഷം അവർക്ക് താമസം കൊടുത്തു. സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് വന്നിട്ട് 2 വർഷം എടുത്തിട്ടാണ് ഒരു ചങ്ങാതിഭൂതം എന്നാണ് ആ സിനിമയുടെ പേര്. ആ 3D ആനിമേഷൻ ലൈവ് ആക്ഷൻ മിക്സ് ആണ്. ഒരു ചങ്ങാതിയായിട്ടുള്ളൊരു ഭൂതം കുട്ടികളോട് കഥ പറയുന്ന രീതിക്ക് ഓരോ ദിവസവും ഓരോ കഥകൾ പറയുന്ന രീതിക്കാണ് ആ സിനിമ ചിത്രീകരിച്ചത്. ഭൂതം വരികയും കുട്ടികളെ തോളിലേറ്റി ഓരോ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് പല രസങ്ങളായിട്ടുള്ള ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിക്കാണ് ആ ഒരു സിനിമ. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ലൈവ് ആക്ഷൻ 3D ആനിമേഷൻ മൂവിയായിരുന്നു ചങ്ങാതിഭൂതം. വിഷ്വൽ മീഡിയ ആർട്ടിസ്റ്റും യോഗാധ്യാപകനുമായ സംഗീത് ബാലചന്ദ്രന്റെ സർഗജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ശ്രുതി. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.